ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും ഹേസുമും കൂടെയാണ് വീഡിയോയിൽ വന്നത്. സത്യം പറഞ്ഞാൽ അവളെ ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ടൈമിൽ വീഡിയോ എടുക്കുമ്പോൾ അവളിങ്ങനെ തൊട്ടില്ല കിടത്തിയത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ പോയപ്പോൾ പിന്നെ അവൾ കണ്ണ് തുറന്ന് ചിരിക്കാൻ തുടങ്ങി. അന്ന് പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചല്ലേ, വീഡിയോ എടുത്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ, വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. 3rd പ്രഗ്നൻസി. ഓക്കെ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് എനിക്ക് ഇതുപോലെ അബോർഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയതാണ് ഈ ചക്കര പെണ്ണ്. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് 4ാമത്തെ വർഷത്തിലാണ് ഇവളെ കിട്ടുന്നത് കേട്ടോ. ഇപ്പം 1 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും പ്രഗ്നൻ്റാണ്. ഇത് ഞാൻ അറിഞ്ഞത് ഒരു 1.5 മാസമായി അറിഞ്ഞിട്ടും. ഞാൻ വീഡിയോ ഇനി എപ്പോഴാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു, ഹാർട്ട് ബീറ്റൊക്കെ വന്നു, കുഞ്ഞിന് കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ ഇനി 3ാമത്തെ സ്കാനിങ് ഉണ്ട്. അതിലൊന്നും കുഴപ്പമില്ല, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴേ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഇത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഓൾറെഡി പീരീഡ്സ് ഇങ്ങനെ ഇറഗുലറായിട്ടാണ് വരുന്നത്. 1 മാസം അങ്ങനെ വരില്ല, അങ്ങനെ കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ 1 മാസം അങ്ങ് ഇതായപ്പം വലിയ കാര്യമാക്കിയില്ല. പക്ഷേ എനിക്ക് നല്ല തല കറക്കം ഒരു ദിവസം ഉണ്ടായി. രാവിലെയൊക്കെ ഭയങ്കര തല കറക്കും, ക്ഷീണം, വൊമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയാണ് കാർഡ് മേടിച്ച് നോക്കിയപ്പം ഇന്നലെ പ്രഗ്നൻ്റ് ആണ്. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ആദ്യമൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം ഇവള് കുഞ്ഞല്ലേ. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമമായിരുന്നു. ഇവള് കുഞ്ഞായത് കൊണ്ട് എന്തോ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഡോക്ടറിനൊക്കെ കണ്ടേ. ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, നല്ലതല്ലേ, ഒരു കുഴപ്പമില്ല, നമുക്കിത് നോക്കാം, വേറെ കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ വിഷമിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ഈ ബേബിയെ വേണ്ടേ, മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോള് കുഞ്ഞാ. അപ്പം പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഫാമിലി സൈഡിൽ നിന്നായാലും എല്ലാവരും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒറ്റ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഈ സെക്ഷൻ ആയിരുന്നു. ഹേസുവിൻ്റെ ഇതിലും സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ഒരു മിനിറ്റ്, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് സെക്ഷനൊക്കെ ആയതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇതുവരെ കുഴപ്പമില്ല. നല്ല ക്ഷീണമാണ്. ഹേസു പ്രഗ്നൻ്റ് ആയിരുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ഡിഫറെൻ്റാണ്. നല്ല വൊമിറ്റിംഗ് ഉണ്ട്. ഇവളെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 2nd 3rd മന്ത് ആ ടൈം മുതലാണ് തോന്നും വൊമിറ്റിങ്, ഭയങ്കരമായിട്ട് വൊമിറ്റിങ്. അല്ലാണ്ട് എനിക്ക് രാവിലെ വല്ലപ്പോഴും വൊമിറ്റിംഗ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത് ഒരു മാസം ആയപ്പോൾ തന്നെ വൊമിറ്റിംഗ് ആണ്. രാവിലെ മുഴുവനും വൊമിറ്റിംഗ് ആണ്, ക്ഷീണം, തലകറക്കം, തല ചുറ്റൽ, എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാത്തിനും ഒരു മടിയാണ്. ഞാനൊരു വൈകിട്ടാകുമ്പോഴായിരിക്കും ഒന്ന് ഓക്കെ ആവുന്നു. ഉച്ചയാകുമ്പം ഒന്ന് ഓക്കെ ആവും, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച ശേഷം. അല്ലാണ്ട് ഫുൾ ഡൗൺ ആണ്. വീഡിയോസ് എടുക്കാനൊന്നിനും പറ്റുന്നില്ല. മടി സത്യം പറഞ്ഞാൽ മടിയല്ല, പറ്റുന്നില്ല എന്നെക്കൊണ്ട്. അതാണ് 1ാമത്തെ കാര്യം. അത് കഴിഞ്ഞു എന്തോ പിന്നെ അപ്പോൾ അമ്മയുടെ എടുക്കുന്ന എൻ്റെ വാവ എൻ്റെ ഹേസുമ വാവ. അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനും പറയാനും പറ്റുള്ളൂ. 3ാമത്തെ സ്കാനിങ് കഴിഞ്ഞ് ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട്
നമുക്ക് പതുക്കെ പതുക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാം. സത്യം പറഞ്ഞ് ലോങ് വീഡിയോസൊക്കെ ഇടാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണ്ടി ഇടാനായിട്ട്, അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇടാണ്ട് ഷോർട്സ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിക്കൂട്ടി വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ പിന്നെ കുറേ നാളുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കുന്നില്ല. പഴയ വീഡിയോസ് തന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയ കാര്യം വേറെ ആരോടും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അറിയുന്ന കുറച്ച് പേരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളോടും കൂടെ പറയണമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. ടാറ്റ എടുത്ത് ടാറ്റ.